ലൊക്കേഷനിൽ നിങ്ങളിപ്പോ കുറെ ഈ സിനിമ നിങ്ങൾ ഒരുമിച്ചാണല്ലോ, കുറെ യാത്ര നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആൾക്ക് ഈ പറഞ്ഞ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സംശയങ്ങൾ എന്തായിരുന്നു? ഞാൻ നേരത്തെ ആളോട് ചോദിച്ചിരുന്നു എന്താണ് ടിറ്റൂരിൽ കൂടുതൽ പഠിച്ചത്. എന്താണ് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ സ്ട്രീറ്റുകളും പോയിട്ട് ഞങ്ങൾ ഫുഡ് അടിച്ചു. ഇല്ല, ഞങ്ങള് അതായത് നടന്നിട്ട് ഫുള്ള് നടന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ കേരളം ഇപ്പൊ നമ്മള് വേറെ എവിടേക്ക് എന്ന് കഴിഞ്ഞാലും അപ്പൊ സ്ട്രീറ്റ് ഫുഡ്സിന്റെ ഒരു കൂടാരാണ് മൊത്തത്തിൽ. അത് ആദ്യം മനസ്സിലായി, ആദ്യം ഇതാണ് പരിപാടി. അപ്പൊ എല്ലാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് അത് ഭയങ്കര ഈസി ആയിട്ടാണ് നമ്മള്, കാരണം നമുക്ക് സീൻ തരുന്നു, നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാനുള്ള ടൈമുണ്ട്. ആ ടൈമിൽ തന്നെ നമ്മൾ സീൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്ത് ടക്കെന്ന് പറഞ്ഞ സാധനം ചെയ്ത് വർക്കൗട്ട് ആയി ഞങ്ങൾ തിരിച്ചു പോകും. ഞങ്ങൾക്ക് ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടായിട്ടില്ല. എന്റെ പൊന്നു കേട്ടോ, എന്നെ ആദ്യത്തെ ദിവസം മാത്രമേ ഇവർക്ക് ഇച്ചിരി ഭയം വ്യക്തികളുണ്ടാവുള്ളൂ. ആ ഏറ്റവും ദിവസം കഴിഞ്ഞപ്പോഴാ അങ്ങോട്ട് പാടാ. അതെ, എല്ലാവരും ഫ്രണ്ട്സാണ്. പേടിയുടെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ തന്നെ അറിയുന്ന ആൾക്കാർ നമ്മളെ കൂട്ടുകാരുടെ മുന്നിൽ എങ്ങനെ ചെയ്യുന്ന ആ ഒരു വൈബിലാണ് നമ്മളെല്ലാവരും ചെയ്തിരിക്കുന്നത്. ഐഫോണാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു റിസ്കുണ്ട്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അന്നത്തെ ഒരു എക്സ്പെരിമെന്റ് സാധനമാണ്. അപ്പൊ അതെങ്ങനെയായിരുന്നു ഐഫോണിൽ ഷൂട്ട് ചെയ്ത്? അതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു പ്രോസസ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും? ഞാനൊക്കെ പണ്ട് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ഞാൻ മൊബൈലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിഷാദും ചെയ്തിട്ടുണ്ട്. നിഷാദ് എൻ്റെ അടുത്ത് ഒരു നൈറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ഐഡിയ തോന്നിട്ടാണ്, നീയും ദേവനും നിന്നെയും വെച്ചിട്ട് വർക്ക് ചെയ്താലോ കൊള്ളാറുണ്ട്, നീ പറ എന്താണ് പ്ലാൻ. നമ്മള് നാളെ രാത്രി ഷൂട്ട് പോകാൻ പോകും. നാളെ രാത്രിയാണ് ഷൂട്ട് പോകാൻ പോകണം. എൻ്റെ അടുത്ത് തലേദിവസം വെച്ചിട്ടാണ് സബ്ജക്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇതിന്റെ വൺലൈൻ എന്താ? അത് പണ്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ പരിപാടി. വൺലൈൻ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാടാ വൺലൈൻ. ഞാൻ പറഞ്ഞു എങ്ങനെയാടാ ഷൂട്ടും കാര്യങ്ങളും? അല്ലടാ, ഞാനൊരു വേറൊരു പരിപാടി പിടിക്കാൻ പോവാ, റിസ്ക് ആണ് എന്ന് പറഞ്ഞിട്ട് അവ ഐഡിയ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എടാ, ഇത് ചിലപ്പോ പണി കിട്ടാൻ സാധ്യതയുണ്ട്, 100% ചിലപ്പോ പണി കിട്ടാൻ സാധ്യതയുണ്ട്, നമ്മൾ എന്ത് ചെയ്യടാന്ന് ചോദിച്ചു. നീ ടെൻഷൻ അടിക്കണ്ടാ, നീ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ധൈര്യ, നീ വരുന്നുണ്ടോ എൻ്റെ കൂടെ? പറഞ്ഞു ശരിടാ എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറിയതാ. പക്ഷെ ഈ ഞങ്ങള് രാഗം തിയേറ്ററിൽ ഞങ്ങൾ ഇതിന്റെ ട്രെയിലർ ഔട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുന്ന വരെ ഞങ്ങളുടെ ചങ്കി ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം സ്ക്രീനിൽ ഇതെങ്ങനെയാണ് ഇതിന്റെ ഇമ്പാക്ട് കിട്ടുക, എങ്ങനെ വരെ ഞങ്ങൾ അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത സമയത്ത് വരെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷനായി. മുരളിയേട്ടനാണെങ്കിൽ പ്രൊഡ്യൂസർ മുരളിയേട്ടനാണെങ്കിൽ എല്ലാവരും ടെൻഷനിലായിരുന്നു. പക്ഷെ രാഗത്തില് എന്റെ പുണ്യായിട്ട് അപ്പോഴാണ് ഞങ്ങൾക്ക് ശ്വാസം. കാരണം ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്തില്ല ഒരു മൊബൈലിൽ നിന്ന് ഇത്രയും നല്ല ഔട്ട് നമുക്ക് കിട്ടും എന്നുള്ളത്. ഡെപ്ത് ക്വാളിറ്റി തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടോ, പക്ഷെ നല്ല ക്ലിയർ ക്വാളിറ്റി നമുക്കൊരു ഔട്ട് കിട്ടി. ആളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്ന ആളെല്ലാ സാധനങ്ങളും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അടുത്തൊരു ഐഡിയ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അവനെ ബുദ്ധിമുട്ടിക്കാനുള്ള പരിപാടി ചെയ്യില്ല. പക്ഷെ അത് റിസ്ക് ഉണ്ട്, എഫേർട്ട് ഉണ്ട്. നമ്മളെല്ലാവരും അത് എടുത്താലേ എല്ലാവരും കൂടെ നിൽക്കണം, എന്നാലേ നമുക്ക് തീരുള്ളൂ. അപ്പൊ എല്ലാവരും കൂടെ നിന്ന് എല്ലാവരും ഹാപ്പിയായിരുന്നു, എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വെയിലും ഒരുപാട് നടന്നു കൂട്ടിയിട്ട് ഞങ്ങളെല്ലാം. കാരണം ലൊക്കേഷൻസ് ഒന്ന് ചെയ്തെടുത്ത് വരുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് തൊട്ടപ്പുറത്തൊരു ലൊക്കേഷൻ കിട്ടുക. അപ്പൊ ഞങ്ങൾ അവിടെ വരെ ഷൂട്ട് ചെയ്യും. ഒരുപാട് സന്തോഷമാണത്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഹാപ്പി. കാരണം ഇതേപോലെ ഒരു യാത്രയെ കൂടെ ഒരു സിനിമ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ഇത്ര കരിയറിന്റെ ഇടയിൽ എനിക്ക് ഇത്രയധികം യാത്ര ചെയ്യാൻ, നമ്മള് ടൂർ പോകാൻ വിചാരിച്ച പോലെ നടക്കാറില്ല. പക്ഷെ ഇത്ര രസകരമായിട്ട് നമ്മളൊക്കെ ചെന്നൈയിലൊക്കെ ചെന്നപ്പോ ഒരു മടുപ്പില്ല. അത് ഉറക്കത്തിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അത് ഞങ്ങള് സിനിമയിലും കാണുമ്പോൾ ഫീൽ ചെയ്യും. കാരണം പകലും ഇല്ല, നൈറ്റും ഇല്ല, ഉച്ചയ്ക്കും ഇല്ല, അങ്ങനെയെങ്കിലും എങ്ങനെയും എല്ലാ ടൈമിലും ഷൂട്ട് നമ്മളിങ്ങനെ യാത്രയിലാണല്ലോ. കോസ്റ്റ്യൂംസ് ഒക്കെ മാറില്ല, അതൊക്കെ ഒരു ടെൻഷനും ഇല്ല. പോണ വഴിക്ക് അതൊക്കെ മാറി. അങ്ങനെ ഉറക്കത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫണ്ടിങ് അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇനി ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് പോകുള്ളൂ.